ഇവിടെ എല്ലാ ഒരുക്കങ്ങളും അവർ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലർ മണ്ടപ്പുറ്റുണ്ടാക്കാനാണ് കൂടുതൽ വരും, തലവേദനയാണ് അസുഖങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മണ്ടപ്പുറ്റുണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പിന്നിലിരിക്കുന്ന അമ്മമാർ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അമ്മ ഏതുവരെയായ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. എവിടുന്നാ വരുന്നേ? വട്ടപ്പാറ. വട്ടപ്പാറ. ഇതിപ്പോ പായസം ഉണ്ടാക്കാൻ മണ്ടപ്പുറ്റ്. തലവേദനയാണോ? സാധാരണ തല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അങ്ങനെയൊക്കെയല്ലേ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്? വരാതിരിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. ചെറിയ തലവേദന ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാലോ അല്ലേ? ചേച്ചി ചേച്ചി ഞാൻ വന്നപ്പോ തൊട്ട് ശർക്കര ഇങ്ങനെ അറിഞ്ഞോണ്ടിരിക്കുകയാണ്. എത്രാമത്തെ ശർക്കര? 1 കിലോ ഉണ്ട്. എത്ര കഴിഞ്ഞു? 3 കഴിഞ്ഞു. 3 കഴിഞ്ഞു. അപ്പൊ അത് തന്നെയാണ്, എല്ലാവരും ഓരോ പണിയിലാണല്ലേ, ഓരോ പണിയിലാണ്. ഇത് 3 കൂടി ഒന്ന് ചേരുമ്പോഴാണ് മണ്ടപ്പുറ്റാവുന്നത്. അപ്പൊ എന്റെ അറിവില്ലായ്മ കേട്ടോ. ശരി ചേച്ചി, എത്രാമത്തെ പൊങ്കാല? എല്ലാ വർഷവും വരാൻ പറ്റുന്ന എല്ലാ വർഷവും വരും മോനെ. ആണോ? കുറെ വർഷമായി. ഈ പണ്ടത്തെ കാര്യം ആലോചിക്കും, ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്താ? ഓരോ വർഷം കൂടി വരികയില്ലേ, ആള് കൂടുകയാണ്. ഇപ്പൊ ഏകദേശം നമ്മളെ വട്ടപ്പാറ എത്താറായി പൊങ്കാല. അവിടെ എല്ലാം മരുദൂര് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? എന്നാലും നമ്മളിങ്ങനെ വരും എല്ലാ വർഷവും ഇവിടെ. അത് തന്നെയാണ്, അതായത് അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഇനി ഒരുപക്ഷെ വീടിനടുത്ത് തന്നെ ഇത് ഇടാൻ പറ്റൂല്ലേ, പൊങ്കാല ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് തോന്നുന്നു. എന്റെ വീട് നെടുമങ്ങാടാണ്. എത്താൻ കുറെ പിടിക്കും. എങ്കിലും ഈ പറയുന്ന പോലെ അത് തന്നെ അങ്ങെത്തുമ്പോൾ നമ്മള്, പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഏണിക്കര ശിവക്ഷേത്രത്തിന്റെ അവിടെ പൊങ്കാലയുണ്ട്. എന്നാലും ഞങ്ങൾ ഇവിടെ സ്ഥിരം ഇവിടെ ഇടുന്നതുകൊണ്ട് ഇവിടെ വരുള്ളൂ. ഇവിടുത്തെ ഒരു ക്ഷേത്രം അടുത്തുണ്ട്, അപ്പോൾ ഇവിടെ കിട്ടിയതിൽ സന്തോഷം ഉണ്ടെന്നോ അല്ലേ? ഇവിടെയാണ് കുറെ കാലമായിട്ട് ഇവിടെ സ്ഥിരം ഇവിടെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അങ്ങ് അറ്റം ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിന്ന് ആളുകൾ നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവർക്കും ആ ക്ഷേത്രത്തിലേക്ക് പോകാം. അങ്ങനെ നല്ലൊരു സ്ഥലം ഇവർക്ക് കിട്ടിയതിന് സന്തോഷം ഇവരുടെ മുഖങ്ങളിലുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇത്രയും സമയം നിറയെ ചേച്ചിമാരും അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഒന്നങ്ങോട്ട് മാറിയതാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന്. പല നാടുകളിൽ നിന്നുള്ളവരെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ നോക്കുമ്പോൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുള്ളവരെ കണ്ടു, കൊല്ലത്തു നിന്നുള്ളവരെ കണ്ടു. എല്ലാ അമ്മമാരെയും പരിചയപ്പെടുമ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് കൂട്ടായി, അവരും പരസ്പരം പരിചയപ്പെട്ട് അവരുടെ ഒരു സൗഹൃദമായി പരസ്പരം ഫോട്ടോ എടുക്കുന്നു. അത് അങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ കൂടെ ഒരു കാഴ്ചയായി മാറുകയാണ്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ചേർത്തല്ലേ. എത്രാമത്തെ പൊങ്കാലയാ? 8 വർഷമായിട്ട് പൊങ്കാല ഇടുന്ന അമ്മയാണ്. അപ്പോൾ സന്തോഷമായി ഇവിടെ എത്തിയപ്പോൾ? സന്തോഷമായി. എന്ത് വിഭവം ഒരുക്കുന്നേ? പൊങ്കാല ഇത് പായസം, നെയ് പായസം. എന്തായി സാധനങ്ങളൊക്കെ സെറ്റായി ഒരുക്കി? ഒറ്റയ്ക്കേ ഉള്ളോ? മക്കളുണ്ട്. എവിടെ പോയി മക്കളൊക്കെ? എവിടെ പോയി? അങ്ങോട്ട് പാത്രം വാങ്ങിക്കാൻ പോയി. പിള്ളേരുണ്ടായിരുന്നു. അതെയോ? പാത്രമൊക്കെ ഇവിടെ വന്നിട്ടാ വാങ്ങിക്കുന്നത്? കൊണ്ടുവന്നില്ല? ചെറിയ പാത്രങ്ങളൊക്കെ ബാക്കിയൊക്കെ കൊണ്ടുവരും. ആറ്റുകാൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷമായി പൊങ്കാല ഇടുന്നു. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. എല്ലാം നടന്നു. എല്ലാം നടന്നു. അതാ ഈ വർഷം, കഴിഞ്ഞ വർഷം വരാൻ പറ്റില്ല. കടയിൽ കൊച്ചിനുണ്ടായിരുന്നു. കൊച്ചിൻ മരിച്ചു പോയി. ഇനിയൊന്നും കഴിഞ്ഞ വർഷം വന്നില്ല. പിന്നെ ഈ വർഷം വരുന്നു. ശരി, അപ്പോൾ ഇതുവരെയുള്ള ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടി എന്നുള്ളതാണ് ആ അമ്മ പങ്കുവയ്ക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഓരോ വർഷം വരുന്നു, അടുത്ത വർഷം വരാൻ വീണ്ടും മനസ്സിൽ അതേ ഒരു പ്രചോദനം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ വർഷങ്ങളായി പൊങ്കാല ഇടുന്നവർ അടുത്ത വർഷം കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കൂട്ടി വന്ന് ആ ഒരു സന്തോഷത്തോടെ വീണ്ടും ഒത്തൊരുമയോടെ പൊങ്കാല ഇടുകയാണ്. ചേച്ചി എവിടെ നിന്നാണ്? ഞാൻ വീട് കണ്ണൂരാണ്. കണ്ണൂർ. അത്രയും ദൂരം നിന്ന് വരികയാണ്? അല്ല, വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, സെക്രട്ടേറിയറ്റിലാണ്. ഓ ശരി ശരി. ഒരുപാട് വർഷമായി പൊങ്കാല ഇടുന്നു. വർഷങ്ങളുടെ കണക്കൊന്നുമില്ല, വർഷങ്ങളായി. 17 ആയി കാണും. അപ്പോൾ എന്ത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. 17 വർഷമായി പൊങ്കാല ഇടുക എന്ന് പറയുമ്പോൾ? ഉണ്ട്. അമ്മയുടെ ഒരു അനുഗ്രഹത്തിൽ വിശ്വസിച്ച് എല്ലാ തവണ ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്? അല്ല, പല സ്ഥലങ്ങൾ, പല വീടുകളൊക്കെ മാറി വരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് അമ്പലത്തിനടുത്താണ് മുമ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ വീട് മാറി ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊങ്കാല ഇട്ടൊരു അനുഭവം നാട്ടിലെല്ലാവരും വിളിച്ച് അറിയിച്ചപ്പോൾ അവിടെ നിന്ന് ആളെത്തി? ഒരുപാട് പേര് വരുന്നുണ്ട്. ഒത്തിരി പേര് ഇന്നലെ എത്തി. അപ്പം അവരൊക്കെ നാട്ടിൽ നിന്ന് വന്നവരും. അതെ, കണ്ണൂരിൽ നിന്ന് വന്ന ചേച്ചിയുടെ കൂടെ എത്തിയ ഒരുപാട് ടീമുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ബന്ധുക്കളാണ്? ബന്ധുക്കളാണ്. ചേച്ചി പറഞ്ഞതിന് ശേഷമാണ് അവരൊക്കെ ഇങ്ങോട്ട് പൊങ്കാലയുടെ എത്തി തുടങ്ങി? അല്ല, നമുക്ക് ന്യൂസിൽ ഇപ്പം മീഡിയ കാണുന്നുണ്ടല്ലോ. ശരി, അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ചേച്ചിയാണ്. ചേച്ചി നാട്ടിലുള്ളവരോടും ഒക്കെ ഈ ഒരു പൊങ്കാല ഇട്ടതിൻ്റെ ആ ഒരു അനുഭൂതി പങ്കുവെക്കുമ്പോൾ അവർക്കും ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവരും എത്തുന്നുണ്ട് പൊങ്കാല ഇടാൻ. അങ്ങനെ ഒരുപാട് നാടുകളിൽ നിന്നുള്ളവർ എത്തുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് പൊങ്കാല ഇടുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അവർ അടുപ്പ് കൂട്ടി ഇനി കാത്തിരിക്കുകയാണ്.